ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിപ്പാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ഒരു കോടീശ്വരൻ ഒരിക്കൽ പറഞ്ഞു, ഇത്രയെല്ലാം ഉണ്ടായിട്ടും ഒരു സമാധാനം ഇല്ലല്ലോ. ഒരു ലളിത ജീവിതം നയിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സമാധാനവും സന്തോഷവും ലഭിക്കുമായിരുന്നു. ആ കോടീശ്വരൻ്റെ കൊട്ടാരത്തിൻ്റെ സമീപത്തുകൂടെ പോയ ഒരു സാധാരണക്കാരൻ ചിന്തിച്ചു, എനിക്ക് ഇയാളെപ്പോലെ ധനമുണ്ടായിരുന്നെങ്കിൽ എന്ന്. അതുവഴി മോട്ടോർ ബൈക്കിൽ പോയ ഒരുവൻ ഒരു കാർ തന്നെ ഓവർടേക്ക് ചെയ്ത് കണ്ടിട്ട്, എനിക്കും ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അതാ ഒരുവൻ സൈക്കിളിൽ വരുന്നു. അയാൾ പറഞ്ഞു, ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു. ആ സൈക്കിൾകാരനെ കണ്ടിട്ട് ഒരു കാൽനടക്കാരൻ പറഞ്ഞു, ഒരു സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ യാത്ര എന്തെളുപ്പമാകുമായിരുന്നു. ആ റോഡിന് സമീപമുള്ള വീട്ടിൽ രോഗിയായി നടക്കാൻ കഴിയാതിരുന്ന മനുഷ്യൻ ജനലിലൂടെ റോഡിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ നിന്നും ഇറങ്ങി ഇതുവഴി ഒന്ന് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. മനുഷ്യൻ്റെ ശ്രദ്ധ എപ്പോഴും തനിക്ക് ഇല്ലാത്തതിലേക്കാണ്. എനിക്കും അതുണ്ടായിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹം. എന്നാൽ ലളിതമായ ചില ആഗ്രഹങ്ങൾ സാധിച്ചതുകൊണ്ട് സാധാരണ മിക്കവരും തൃപ്തിപ്പെടാറില്ല. അപ്പോൾ അടുത്ത പടിയിലേക്കാണ് ശ്രദ്ധ. ഈ താല്പര്യമാണ് മനുഷ്യൻ്റെ അഭിവൃദ്ധിക്ക് കാരണമെന്ന് പറയുന്നവർ ഉണ്ട്. എന്നാൽ എത്ര ലഭിച്ചാലും മതിയാകാത്ത ഈ ആഗ്രഹം അഭിവൃദ്ധിയല്ല, നിരാശയാണ് നൽകുന്നത്. ഉള്ളതിൽ തൃപ്തി കണ്ടെത്തുവാൻ കഴിയുന്നത് എത്ര മഹത്തായ കാര്യമാണ്. ലഭ്യമായിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷിക്കുന്നവർക്ക് മാത്രമേ കൂടുതൽ ശ്രേഷ്ഠാവസ്ഥയിലേക്ക് പ്രയാണം ചെയ്യുവാൻ കഴിയൂ. കൂടുതൽ നേടുവാനുള്ള വാഞ്ച സ്വത്ത് സമ്പാദനത്തിനോ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം നേടുവാനോ അധികാരം പിടിച്ചു പറ്റുവാനോ ഒക്കെ ഇടയാക്കി എന്ന് വരാം. എന്നാൽ അസംതൃപ്തമായ ആ മനസ്സുണ്ടല്ലോ, അത് കൂടുതൽ അസംതൃപ്തമാവുകയേ ഉള്ളൂ. മനസ്സ് സംതൃപ്തവും ജീവിതം സന്തോഷകരവുമാക്കുവാൻ ലഭ്യമായിരിക്കുന്ന അവസ്ഥയിൽ തൃപ്തിയുള്ളവർക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ ജീവിതത്തിൽ ഒരു പുരോഗതിയും വേണ്ടേ എന്ന് ചോദിച്ചേക്കാം. മനസ്സ് സംതൃപ്തമാകുമ്പോൾ ലഭ്യമാകുന്ന അനുഗ്രഹമാണ് യഥാർത്ഥ അഭിവൃദ്ധി. മാത്രമല്ല, ജീവിതാഭിവൃദ്ധി ദൈവിക ദാനമാണ് എന്നും നാം അറിയണം. കഠിന പ്രയത്നം കൊണ്ട് ദൈവിക ദാനം നേടുവാൻ ആർക്കും കഴിയില്ല. കഠിന പ്രയത്നം നല്ലതാണ്, എന്നാൽ അത് ദൈവിക പ്ലാൻ പ്രകാരം ആവണം. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവേഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടിയാവണം. അങ്ങനെ നാം പ്രയത്നിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകേണ്ട ഏറ്റവും ശ്രേഷ്ഠാവസ്ഥയിൽ ദൈവം നമ്മെ ആക്കി തീർക്കും. അതാണ് ജീവിതത്തിൻ്റെ മഹത്വം. ദൈവഹിതം നിറവേറ്റുന്നതിനേക്കാൾ മഹത്തായ യാതൊരവസ്ഥയും ജീവിതത്തിൽ കൈവരുപ്പാൻ ആർക്കും കഴിയില്ല എന്ന് ആരും ഒരു നാളും മറന്നു പോകരുത്. പൗലോസിനെ പോലെ നമുക്കും പറയുവാൻ സാധിക്കണം, ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇപ്രകാരം നമ്മുടെയും ജീവിതത്തിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെയും സഹായിക്കട്ടെ. പ്രിയ കർത്താവെ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലുള്ള സ്വാർത്ഥതയും അഹങ്കാരവും അത്യാഗ്രഹവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള സമ്പത്ത് ഏറ്റവും മതിയെന്ന് കരുതിക്കൊണ്ട് സന്തോഷത്തോടും സംതൃപ്തിയോടും ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.